അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്, വലിയ കരുണയുള്ളവനാണ്. നാം ചിന്തിക്കുക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്, നമ്മെ പഠിപ്പിച്ചത് ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമി ലോകത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, അങ്ങനെയാണെങ്കിൽ യർഹമില്ലാഹു ഫിസ് സമാ, ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഭൂമി ലോകത്തുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുന്നു, ആകാശ ലോകത്തിന് അധിപൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കരുണ കാണിക്കുക തന്നെ ചെയ്യും. കരുണയുള്ളവരാവാൻ ശ്രമിക്കുക. ഒരാളോടും വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിതം കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് ഒരു മജൂസിയായ മനുഷ്യൻ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസമായി, വല്ലാതെ വിശക്കുന്നു, അല്പം ഭക്ഷണം തായോ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നീ അള്ളാഹുവിനെ നിഷേധിക്കുന്നവനാണ്, അതുകൊണ്ട് നിനക്ക് ഭക്ഷണം തരൂല. വളരെ പ്രയാസത്തോടെ ആ മനുഷ്യനങ്ങ് നടന്നുപോയി. അതാ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയിലേക്ക് ഇറങ്ങുകയാണ്, അള്ളാഹുവിന്റെ വഹിയുമായി. അള്ളാഹുവിന്റെ ഓർഡർ ഇബ്രാഹിം നബിയെ, ആ മനുഷ്യൻ ജീവിക്കുന്ന ഇത്രയും കാലം അയാളുടെ ഒരു നേരത്തെ ഭക്ഷണം പോലും ഞാൻ മുടക്കിയിട്ടില്ല. പിന്നെയല്ലേ എന്റെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണം മുടക്കാൻ ആരാണ് അധികാരം തന്നത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ വിഷമിച്ചു. ഉടനെ തന്നെ പിന്തുടർന്നു ആ മജൂസിയായ മനുഷ്യനെ വിളിച്ചു, തന്റെ സവിധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രവർത്തനത്തിൽ ആ മനുഷ്യന്റെ മനസ്സടിഞ്ഞു. ചിന്തിക്കുക, എല്ലാവരോടും കരുണ കാണിക്കണം, നന്മയുള്ളവനാണ്. അപ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യനാണ്. ഒരാളോടും ഒരു തരത്തിലുള്ള വെറുപ്പ് വെക്കാൻ നമുക്ക് അവകാശമോ അർഹതയോ ഇല്ല. നമ്മൾ ഒരാളോടും കരുണ കാണിക്കാതെ എങ്ങനെയാണ് കാരുണ്യവാനായ റബ്ബിനോട് കരുണയെ നാം തേടുന്നത്? വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മളെല്ലാവരോടും കരുണ കാണിക്കുമ്പോൾ കാരുണ്യവാനായ റബ്ബ് നമ്മളോട് കരുണ കാണിക്കും. അവന്റെ കരുണയില്ലാതെ നമുക്ക് ദുനിയാവിലോ ആഖിറത്തിലോ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇരുലോക വിജയത്തിന് കരുണ എന്ന് പറയുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും